രാജ്യത്ത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 4 മുസ്ലിങ്ങളെയാണ് തല്ലിക്കൊന്നത്. അതെ, ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര ഈ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് ആസൂത്രിതമായ ആൾക്കൂട്ട ആക്രമണങ്ങളാണ്. ഇന്ത്യയുടെ ആത്മാവ് മതേതരത്വമാണ് നാം പറയുമ്പോഴും വെറുപ്പിന്റെ രാഷ്ട്രീയം തെരുവുകളിൽ ആൾക്കൂട്ട നീതി ഇപ്പോഴും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ സംഭവം ലക്നൌവിലെ സരോജിനി നഗറിൽ നിന്നാണ്. മാർച്ച് 2-ന് തന്റെ ജന്മദിനം ആഘോഷിക്കാൻ സുഹൃത്തുക്കൾക്കൊപ്പം പോയ 13 വയസ്സുകാരൻ ഉനൈസ് ഖാൻ നോമ്പ് തുറന്ന് സന്തോഷത്തോടെ വീട് വിട്ടിറങ്ങിയ ബാലൻ പിന്നീട് മടങ്ങിയെത്തിയില്ല കേട്ടോ. ആഘോഷത്തിനിടെ ഒരു കുട്ടി തോക്കെടുത്ത് കളിച്ചപ്പോൾ അബദ്ധത്തിൽ വെടിപൊട്ടിയതാണെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഉനൈസിന്റെ കുടുംബം ഈ വാദം തള്ളിക്കളയുന്നുണ്ട്. പഴയ ചില തർക്കങ്ങളുടെ പേരിൽ നടന്ന ആസൂത്രിതമായ കൊലപാതകമാണെന്നാണ് അവർ ഉറച്ചിപ്പോഴും വിശ്വസിക്കുന്നത്. രണ്ടാമത്തെ ക്രൂരത നടക്കുന്നത് രാജസ്ഥാനിലെ ഭിവാഡിയിലാണ്. ഹരിയാനയിലെ നൂഹ് ജില്ലക്കാരനായ 28 വയസ്സുകാരൻ ആമിർ ആയിരുന്നു ഇപ്പോഴത്തെ ഇര. മാർച്ച് 2-നായിരുന്നു ഈ സംഭവം. പച്ചക്കറി കയറ്റാനായി പിക്കപ്പ് വാനുമായി പോയ ആമിറിനെ ബജ്രംഗ് ദൾ പ്രവർത്തകർ തടഞ്ഞു വെച്ച് പ്രകോപനമില്ലാതെ അവന്റെ തലയ്ക്കു നേരെ വെടിയുതിർക്കുകയായിരുന്നു. ഇത് അമ്മാവൻ സുബൈർ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. ആമിറിനെ ഒരു കന്നുകാലി കടത്തുകാരനായി മുദ്രകുത്തി കുറ്റം മറയ്ക്കാനാണ് ഇപ്പോൾ അധികൃതർ ശ്രമിക്കുന്നത്. 4 മാസം ഗർഭിണിയായ ഭാര്യയും 2 വയസ്സുള്ള മകളും അടങ്ങുന്ന ഒരു കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമാണ് ഈ വിദ്വേഷത്തിന്റെ ഇരയായി മാറിയത്. മൂന്നാമത്തേതും 4-മത്തേതുമായ സംഭവം നടക്കുന്നത് ബീഹാറിൽ നിന്നാണ്. ബീഹാറിലെ മധുബാനി ജില്ലയിൽ മോഷണക്കുറ്റം ആരോപിച്ച് യുവതി ആൾക്കൂട്ടം തല്ലിക്കൊന്നത് മാർച്ച് 4-നാണ്. അന്തരാദർഹി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന റോഷൻ ഖാത്തൂർ എന്ന യുവതിയാണ് മാർച്ച് 4-ന് ആൾക്കൂട്ടത്തിന്റെ ക്രൂരമായ മർദ്ദനത്തിനിരയായി കൊലപ്പെടേണ്ടി വന്നത്. നോമ്പ് നോറ്റിരുന്ന യുവതിയെ അക്രമികൾ നിർബന്ധിച്ച് മദ്യവും മൂത്രവും കുടിപ്പിച്ചതായിട്ടുള്ള ചില ഗുരുതര ആരോപണങ്ങളും ഇതോടൊപ്പം ഉയർന്നു വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ സംഭവം ബീഹാറിലെ ദർഭംഗ ജില്ലയിലെ വർഗീയ പരാമർശങ്ങളെ ചോദ്യം ചെയ്ത 65 വയസ്സുകാരനെ അക്രമികൾ അടിച്ചു കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടതാണ്. ജമാൽപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ജഗാരുവ ഗ്രാമത്തിൽ താമസിക്കുന്ന അബ്ദുൽ സലാമിനെയാണ് മാർച്ച് 6-ന് കൊലപ്പെടുത്തിയത്. വർഗീയ പരാമർശങ്ങളെ എതിർക്കുകയും ചോദ്യം ചെയ്തതിനെ തുടർന്നുമാണ് അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയത്. ഇതിനൊക്കെ ഒപ്പം സോഷ്യൽ മീഡിയയിൽ ഒരു മുസ്ലിം യുവാവിനെ ആക്രമിക്കുന്ന 25 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ കൂടി പ്രചരിക്കുന്നുണ്ട് കേട്ടോ. കന്നുകാലികളെ കൊണ്ടുപോകുന്ന വാഹനത്തിന് സമീപം വെച്ച് ഒരു സംഘം യുവാവിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. നിങ്ങൾ റൊട്ടിക്കൊപ്പം മാംസം കഴിക്കുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൊണ്ട് റൊട്ടിക്കൊപ്പം ചാണകം കഴിപ്പിക്കുമെന്ന് ആക്ഷേപിച്ചുകൊണ്ടായിരുന്നു മർദ്ദനം നടത്തിയത്. യുവാവിന്റെ വായിലേക്ക് ചാണകം ബലമായി തിരുകാൻ സംഘം ശ്രമിക്കുന്നതും വീഡിയോയിൽ വ്യക്തമായി കാണാം. താൻ നിരപരാധിയാണെന്നും വിട്ടയക്കണമെന്നും യുവാവ് അപേക്ഷിക്കുന്നുണ്ടെങ്കിലും അക്രമികൾ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. ക്ഷേത്രത്തിന് സമീപം ചിക്കൻ സ്റ്റാൾ നടത്തി മതവികാരം വ്രണപ്പെടുത്തി എന്നാരോപിച്ചുകൊണ്ടായിരുന്നു ആ മർദ്ദനം നടന്നത്. ഓരോ ദിവസം കഴിയുന്തോറും രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ കൂടുതൽ അരക്ഷിതമായി കൊണ്ടിരിക്കുകയാണ്. വെറുപ്പ് വിതയ്ക്കുന്ന പ്രസംഗങ്ങൾ കൊലപാതകങ്ങളായി പരിണമിക്കുന്ന ഈ സാഹചര്യം ജനാധിപത്യത്തിന് അപമാനകരമാണ്.